വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. കുറേ ഗ്യാപ്പിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. KTUവിൻ്റെ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പുള്ള സമയത്ത് ഒരുപാട് കണ്ടൻറ്റ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ പതിയെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ക്ലബ്ബുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം, ബാഴ്സലോണ ആൻഡ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. അപ്പോൾ ചെൽസിനെ കുറിച്ച് തന്നെ നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ചെൽസിയിൽ ഒരു അമേരിക്കൻ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോഡ് ബോലി എന്ന ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓണറുടെ അണ്ടറിൽ. അപ്പോൾ അവിടെ നടക്കുന്ന വിപ്ലവത്തിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി നോക്കുന്ന സമയത്ത് ആദ്യം വിപ്ലവത്തിന് കൊടി പിടിക്കാൻ അവർ കൊടുക്കുന്നത് ഗ്രഹാം പോട്ടർ ആയിരുന്നു. അപ്പോൾ ഗ്രഹാം പോട്ടർ വന്നിട്ട് ഒരു വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറി. ഗ്രഹാം പോട്ടർ സൈനിങ് തന്നെ ഇവർ ഭയങ്കര തിരക്ക് പിടിച്ച് റാഞ്ചി കൊടുന്ന ഒരു മുതലാണ് ഗ്രഹാം പോട്ടർ. പക്ഷേ പോട്ടർ വലിയൊരു ഫെയിലിയറായിട്ട് മാറി. അപ്പം അത് ശരിക്കും ഒരു മിസ്റ്റേക്കാണ്. ചാടിപ്പിടിച്ച് ഗ്രഹാം പോട്ടറെ പിടിച്ചു കൂടുന്നത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. കാരണം ഒരു മാനേജർ അപ്പോയിൻറ്റ് ചെയ്യുമ്പം കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കേണ്ടതായിട്ടുണ്ട്. ഒരു ലോങ് ടേം പ്ലാൻ, ഇവർ അടിക്കടി പറയുന്ന വാക്കാണ് ലോങ് ടേം പ്ലാൻ. ലോങ് ടേമിലേക്ക് ചെൽസി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഒരു ലോങ് ടേം പ്ലാനിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു മാനേജറെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവർ ലോങ് ടേം ഡിസ്കസ് ചെയ്തിട്ട് കൊടുന്ന ഒരു മാനേജറാണ് പൊച്ചറ്റീനോ. പൊച്ചറ്റീനോനെ അപ്പോയിൻറ്റ് ചെയ്തതൊരു വലിയ അപ്പോയിൻമെൻറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൂയിസ് എൻറിക്കെ ആ ഒരു ചെൽസിയുടെ മാനേജർ ആവാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ആ സമയത്തുള്ള ന്യൂസ് കേൾക്കുന്ന സമയത്ത് മൂപ്പർ ആ ഒരു മൂവിന് വേണ്ടിയിട്ട് ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. അതായത് നമ്മളെന്തൊക്കെ കേട്ടത്, അദ്ദേഹം ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെൽസി ബോർഡിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്തു എന്നാണ്. അങ്ങനെ അത്തരത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. അതുപോലെ ജൂലി നെഗിൾസ്മാൻ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആ ഒരു പൊസിഷനിലേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവർ പറഞ്ഞ് നെഗിൾസ്മാന് പ്രായം കുറവാണ്, അപ്പോൾ നെഗിൾസ്മാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാണ് ചെൽസിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സും ചെൽസിൻ്റെ ബോർഡൊക്കെ കൂടി തീരുമാനിച്ചത്. അപ്പോൾ എന്നിട്ട് അവരെടുത്തതാണ് അർജൻറ്റീനക്കാരനായിട്ടുള്ള മൗറിഷ്യോ പൊച്ചറ്റീനോനെ. അപ്പോൾ പൊച്ചറ്റീനോൻ്റെ പ്ലേയിങ് സ്റ്റൈല് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ആൾ അത്യാവശ്യം കയോട്ടിക് ഫുട്ബോളൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ അതിന് പക്ക ഫിറ്റായിട്ടുള്ള ഒരു സ്ക്വാഡല്ല ഒരിക്കലും ചെൽസീൻ്റെ സ്ക്വാഡ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫിസിക്കാലിറ്റിയോ അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസോ അപ്പോൾ അതൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ചെൽസിൻ്റെ സ്ക്വാഡിലില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇപ്പോൾ തിയാഗോ സിൽവയും കൂടി പോയി. എനിക്ക് തോന്നുന്നു തിയാഗോ സിൽവയ്ക്ക് പകരം 38-40 വയസ്സുള്ള തിയാഗോ സിൽവ പോയാലും ഇപ്പോൾ പകരം 19 വയസ്സുള്ള 2 പിള്ളേരെ കൊടുന്ന് ടോഡ് ബോയിൽ ബാലൻസ് ആക്കും. ചിലപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. നിലവിൽ ചെൽസിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഡിഫറെൻറ്റ് പ്ലേയേഴ്സാണുള്ളത് ഇവിടെ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് ലോങ് ടേം പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം പ്ലാൻ ഈ മനുഷ്യന് കൊടുക്കണ്ടേ. ഫൈനലി അദ്ദേഹം 6ാം സ്ഥാനത്ത് ടീമിനെ കൊണ്ടുപോയി ഫിനിഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്. സീസണിൻ്റെ തുടക്കത്തിൽ ഒരുപാട് പാളുന്നുണ്ട്, പല ഘട്ടത്തിലും ഹ്യൂമിലിയേഷൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് 6th പ്ലേസിൽ ഫിനിഷ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവർക്ക് യൂറോപ്പ ലീഗിലേക്കുള്ള ചാൻസ് വളരെ അടുത്താണ്. ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FA കപ്പ് ഫൈനലിൽ സിറ്റി ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെൽസി കൂളായിട്ട് യൂറോപ്പ ലീഗിലേക്ക് പോകും. ഇനി ഇൻ കേസ് യുണൈറ്റഡ് ജയിച്ചു കഴിഞ്ഞാൽ ചെൽസി കോൺഫറൻസ് ലീഗിലേക്ക് പോകും. അപ്പോൾ ചെൽസിയെ മൗറിഷ്യോ പൊച്ചറ്റീനോ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചെത്തിച്ചു. ഓക്കെ, അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം ആ ഒരു കാര്യം അവിടെ നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു അച്ചീവ്മെൻ്റ് അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് സാക്ക് ചെയ്യുന്നതുകൊണ്ട് ഫാൻസിൻ്റെ അടുത്ത് വേണ്ട സപ്പോർട്ടുകൾ കിട്ടുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ പൊച്ചറ്റീനോക്ക് സാക്ക് കിട്ടിയെന്നതിൻ്റെ അപ്പുറം ഈ മാനേജ്മെൻറ്റിൻ്റെ ഈ പൊള്ളത്തരങ്ങളും ഈ മണ്ടത്തരങ്ങളാണ് ഞാൻ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പൊച്ചനെ ഇവർ എടുക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഡിസ്കഷൻ, ഭയങ്കര ഇൻ്റർവ്യൂ, തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ് എടുത്തിട്ട് എവിടെ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എവിടെ? റിസൾട്ടും ഇല്ല, ഒന്നുമില്ല. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഇനി ഒരു യങ് മാനേജർ വേണം, ഇനി പ്രായമുള്ള ആൾ വേണ്ട, യങ് മാനേജർ വേണം. പൊച്ചറ്റീനോ റിലേറ്റീവ്ലി യങ് ആണ്. ഇനി യങ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആരെ വേണം? ഇനി എനിക്ക് തോന്നുന്നു നോക്കുന്നത് തോമസ് ഫ്രാങ്കിനെയാണ്. അതുപോലെ തന്നെ മെക്കൈ എന്ന് പറഞ്ഞ മാനേജർ, ലെസ്റ്ററിൻ്റെ മാനേജർ. അപ്പം അങ്ങനത്തെ കുറച്ച് മാനേജേഴ്സിൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. ആരെ ഫൈനലി കൺഫേം ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ ആരെ കൺഫേം ചെയ്ത് കഴിഞ്ഞാലും ഇവർക്ക് മുന്നോട്ടുള്ള പ്ലാൻ ഒരു വ്യക്തത ഇല്ലാതെ ഏത് മാനേജർ വന്നിട്ടും കാര്യമില്ല. ഇവർ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ വേണ്ടേ. അതായത് ഒരു മാനേജറെ കൊണ്ടുവന്ന് ആ മാനേജറിൻ്റെ ഡിമാൻഡ് എന്താണ്, ഡിമാൻഡിനനുസരിച്ച് പ്ലേയേഴ്സിനെ കൊടുക്കുക, അതിനനുസരിച്ച് ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്ത് പണിയെടുക്കുക. അല്ലാതെ ഇവരൊരു 10 പിള്ളേരെ മേടിച്ചിട്ട് ഒരു മാനേജറിന് കൊടുത്തിട്ട് ഈ 10 പിള്ളേരെ ഒപ്പിച്ച് കളിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പരിപാടിയാണ്. എന്തായാലും പല മാനേജർമാരും ചെൽസി ജോബിന് വേണ്ടി ഡെസ്പറേറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഇൻവിറ്റേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യും. ഇവർ ലോകത്ത് എവിടെ ഇല്ലാത്ത വാല്യുവേഷൻ നടത്തിയിട്ട് ഏതെങ്കിലും ഒരു മാനേജറെ ചൂസ് ചെയ്യും. എന്നിട്ട് സീസൺ എൻഡിൽ കയ്യും കാലോട്ടും അടിക്കും. ഇനിയെങ്കിലും ഒരു മാനേജറെ കൊണ്ടുവരുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ലോങ് ടേം പ്ലാൻ ബിൽഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കണം.
ഫുട്ബോൾ ലോകത്ത് വലിയ സാമ്രാജ്യങ്ങളൊന്നും ഒരു വർഷങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്തൊന്നുമല്ല. ഒരു വർഷങ്ങൾ കൊണ്ടും 2 വർഷങ്ങൾ കൊണ്ടൊക്കെ സാമ്രാജ്യങ്ങൾ ബിൽഡ് ചെയ്തെടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴും നടക്കണമെന്നില്ല. ഇപ്പോൾ നിലവിൽ ആഴ്സണലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ആഴ്സണൽ ഒരു 8ാം സ്ഥാനത്ത് 9ാം സ്ഥാനത്ത് 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവസ്ഥയിൽ നിന്ന് അവർ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് എന്നൊക്കെ പറയാൻ പാകത്തിന് എത്തിയത് ഒരു കൊല്ലം കൊണ്ടൊന്നുമല്ല. ഓക്കെ, ഒരു ഡൗൺഫോളിന് ശേഷം ഒരു തിരിച്ചുവരവ് പെട്ടെന്ന് നടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ ഇപ്പോൾ ബ്രൈറ്റൺ കാര്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കൊണ്ടുവരുന്നു, ന്യൂകാസിൽ കൊണ്ടുവരുന്നു, ആസ്റ്റൺ വില്ല ടോപ്പ് 4 കയറി. സോ ഇത് കോമ്പറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു ലീഗല്ല. പ്രോപ്പർ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇവിടെ എന്താണോ ടോഡ് ബോലിൻ്റെ പ്ലാൻ, അതൊരു സമ്പൂർണ്ണ പരാജയമാണ്. അവർ ബേസിക്കലി ബേസ്ബോൾ ബേസ് ചെയ്തുള്ള ആളുകളാണ്. അപ്പം അവിടുത്തെ കുറേ സ്ട്രാറ്റജികളൊന്നും ഇവിടെ നടത്തിയോണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവർ പോട്ടർ കൊണ്ടുവന്നു, പോട്ടർ ഫെയിലിയറായി. ഇനി പൊച്ചറ്റിനോനെ കൊണ്ടുവന്നു, പൊച്ചറ്റിനോ ഫെയിലിയറായി. അറ്റ്ലീസ്റ്റ് യൂറോപ്യൻ ഫുട്ബോളിലെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ യങ് മാനേജർ വേണം. ഒരു യങ് മാനേജർ കൊണ്ടുവരും, യങ് മാനേജർ ഫെയിലാവും. അങ്ങനെ നമ്മൾ പുലിമുരുകലിൽ ഒരു ഡയലോഗ് ആലോചിക്കണം. അതായത് സുരാജ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത് ബലറാമേട്ടൻ്റെ പന്നിപ്പടക്കാണ് പന്നിപ്പടക്കം, 10 എണ്ണം എറിഞ്ഞാൽ ഒന്നെങ്കിലും പൊട്ടുന്നു. അങ്ങനെ ഇവർ 10-15 മാനേജറിനെ അപ്പോയിൻ്റ് ചെയ്തിട്ട് 10-15 വർഷം ഗ്യാപ്പിനുള്ളിൽ ഏതെങ്കിലും ഒരാൾ സക്സസ് ആവുമായിരിക്കും. അപ്പോൾ അതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളെ ഫുട്ബോളിൽ എങ്ങനെയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ഇവരിങ്ങനെ എറിഞ്ഞ് നോക്കും, അവസാനം കൊണ്ടു കഴിഞ്ഞാൽ അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറയും. ഓക്കെ, അപ്പം അതല്ല ചെൽസിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഇങ്ങനൊരു ഡൗൺഫോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് എക്സാമ്പിളുകൾ ഇവിടെ ഇവരെ മുമ്പിലില്ല. സംഭവം ഒരു ബേസ്ബോളിൽ നിന്ന് വന്നതാണെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഫുട്ബോൾ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടായിരിക്കൂലേ. യുണൈറ്റഡ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒരു സമയത്ത് AC മിലാൻ അനുഭവിച്ച അവസ്ഥ, ഇപ്പം നമ്മളെ പാപം ബാഴ്സ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഇവരുടെ മുമ്പിലില്ലേ. ആൻഡ് ഇവർക്ക് വേണ്ട ബഡ്ജറ്റ് ഉണ്ട്. സോ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് നടപ്പാക്കുക എന്നല്ലാതെ എന്താണ് പൊന്നാരി ചങ്ങായിമാരെ കാട്ടുന്നത്? ഓക്കെ, അപ്പോൾ ചെൽസിനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. ചെൽസിയിൽ ഇനി ഏത് മാനേജർ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ്. പിന്നെ പറയാനുള്ളത്, പോച്ച വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്യൂട്ടായിട്ടുള്ള മാനേജറാണ്. പിന്നെ അദ്ദേഹത്തിനെ പുറത്താക്കണം എന്നൊരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായിരുന്നു സിറ്റുവേഷൻ. ആൻഡ് സിറ്റുവേഷൻ ഗോട്ട് ബെറ്ററിലേക്ക് എത്തിയപ്പോഴാണ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ പിരിയുന്നത് ഉള്ള ഒരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത്. സോ അവിടെ ഒരു ലാക്ക് ഓഫ് വിഷനാണ്. അതായത് ഒരു പ്രോപ്പർ വിഷനുമായിട്ട് തന്നെ ബാക്ക് ചെയ്യാൻ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു മ്യൂച്വൽ പാർട്ടവേയിലേക്കൊന്നും കാര്യങ്ങൾ എത്തൂലായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് സത്യാവസ്ഥ. അപ്പോൾ ചെൽസിയിൽ നല്ല ഒന്നാം തരം സർക്കസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കസ് നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്ലബ്ബാണ് എൻ്റെ സ്വന്തം ബാഴ്സലോണ. ഓക്കെ, അപ്പോൾ ബാഴ്സൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടമാണ്. അത് കളി കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളവിടെ തോറ്റത് കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ ഈ ക്സാവിനോട് നടത്തിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര വൃത്തികെട്ട ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പല കമൻറ്റ് സെക്ഷനിലും അതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ക്സാവിനേക്കാളും ബെറ്റർ കോച്ചായ ഫ്ലിക്കിനെ കിട്ടിയപ്പോൾ ക്സാവിനെ പുറത്താക്കിയെന്ന്. അത് എന്ത് ലോജിക്കിലാണ് പറയുന്നത്? ക്സാവി എന്ന മാനേജർ ഒരു സമയത്ത് മൂപ്പരൊരു ഡിസിഷൻ എടുത്തു. ആ ഡിസിഷനെ ഞാൻ അങ്ങേറ്റം റെസ്പെക്റ്റ് ചെയ്ത ആളാണ്. അതായത് അദ്ദേഹത്തിന് ബാഴ്സൻ്റെ മാനേജറായിട്ട് തുടരാൻ താല്പര്യമില്ല. ക്ലബിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇതിലും ബെറ്റർ ഒരു മാനേജർ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലായത് മൂപ്പർ ഇത്രയും പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാൻ താല്പര്യമുണ്ട്, സ്വാഭാവികമായിട്ടും തോന്നാം. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ ക്സാവി എടുത്തു. പ്ലേയേഴ്സ് എല്ലാവരും ആ ഡിസിഷനെതിരെ രംഗത്ത് വന്നു എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ അതിനെതിരെ രംഗത്ത് വന്നു. അതായത് അവർക്കെല്ലാവർക്കും ക്സാവി തുടരണം എന്നുള്ള കാര്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ടീം ഫൈറ്റ് ചെയ്തു. പിന്നീട് ഒരുപാട് വിജയങ്ങൾ നേടാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ ഈ ഒരു സീസണിലെ ടീമിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ്, ഫുട്ബോൾ വൈസ് അല്ല, ബെസ്റ്റ് റിസൾട്ടുകൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല തോൽവികളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ ക്സാവി പോവുകയാണല്ലോ. അപ്പോൾ ഇത് നമ്മളെ ലപ്പോർട്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടാക്കി. ലപ്പോർട്ട എന്താ പറയുക, 4-3 നേരം ഓരോ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ക്സാവി നിൽക്കണം, ക്സാവി പോയാൽ നമ്മൾ എന്ത് ചെയ്യും, ക്സാവി നിൽക്കാതെ നടക്കില്ല, ക്സാവിയല്ലേ നമ്മളെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത്, ലാലിഗ അടുപ്പിച്ചില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ക്സാവിക്കും അവസാനം മനസ്സലിവ് തോന്നി. എൻ്റെ ക്ലബ്ബാണ്, തൻ്റെ റിലീജിയൻ ബാഴ്സയാണെന്ന് പറയുന്ന മനുഷ്യനാണ് ക്സാവി. അങ്ങനെ ക്സാവിക്ക് മനസ്സലിവ് തോന്നി. ക്സാവി പറഞ്ഞു, ഞാൻ അടുത്ത സീസൺ കൂടെ സ്റ്റേ ചെയ്യാം. അപ്പോൾ നീ സ്റ്റേ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നിൽ നിന്ന് അങ്ങോട്ട് കുത്തിയില്ല പോർട്ട. ഞാൻ അങ്ങനെ തന്നെ പറയും,
ഒരു ലെജൻഡ്, ക്ലബിൻ്റെ എക്കാലത്തെയും മികച്ച ഫുട്ബോളർമാരിൽ ഒരാൾ മാനേജറായിട്ട് വന്നു, നല്ല സക്സസ് നേടിത്തന്നു, ചെറിയൊരു ഡൗൺഫാളിലേക്ക് പോയി, അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകുമെന്ന് പറഞ്ഞു. എല്ലാം പോലെ നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നൊരു കുത്തും കൊടുത്തു ലപ്പോർട്ട. എന്ത് വൃത്തികെട്ട പരിപാടിയാണ്, എന്ത് നാണം കെട്ട പരിപാടിയാണ് ലപ്പോർട്ട കാണിക്കുന്നത്. നല്ല ഒന്നാന്തരം വൃത്തികേടാണ്. അതിനപ്പുറത്തേക്ക് നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് നാണക്കേടല്ല സത്യം പറഞ്ഞാൽ. നമ്മൾ മെസ്സിനെ ട്രീറ്റ് ചെയ്തത് ഒരു വൃത്തികെട്ട രീതിയിലാണ്. നമ്മൾ എന്താ പറയുക, ലൂയിസ് സുവാരസിനെ ട്രീറ്റ് ചെയ്തത്, അവസാനം ക്സാവിനെയും ട്രീറ്റ് ചെയ്തത്. സുവാരസിൻ്റെ അവിടെ നിൽക്കട്ടെ, മെസ്സിനെയും ക്സാവിനെയൊക്കെ ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു വല്ലാത്ത ട്രീറ്റ്മെൻറ്റാണ്. ലോകത്ത് ഒരു ക്ലബ്ബും ഒരു ലെജൻഡിനോടും അങ്ങനെ ചെയ്യരുത്, ഒരു ലെജൻസിനോടും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മറ്റുള്ള ക്ലബിൻ്റെ പരിശീലകന്മാർ ക്സാവിൻ്റെ അവസ്ഥയിൽ ദയനീയത തോന്നിയിട്ട് മാധ്യമപ്രവർത്തകരോട്, അതായത് പരസ്യമായിട്ട് അവർ പറയുകയാണ് ഇങ്ങനെയൊന്നും ഒരാളോട് ചെയ്യല്ലേ എന്ന്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റീസൺസ്? ശരിക്കും ന്യൂസിൽ വരുന്ന പോലെ ആയിരിക്കില്ല, ഇൻറ്റേർണലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇനിയിപ്പം വേറെ എന്തൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്സാവി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കമൻറ്റ് മറ്റേ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല അതൊക്കെയാണ് ആ ഒരൊറ്റ വാക്കാണ് ഇത്ര ലപ്പോർട്ടനെ ചൊട്ടിപ്പിച്ചത് എന്നുള്ളതിൽ. അപ്പോൾ ഒരാളെ കൊണ്ടുവന്നിട്ട് തലേന്ന് പിന്നെ നിന്ന് കുത്തി ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണ്. ക്ലബിനെ ഒരു സർക്കസാക്കി മാറ്റി ആ ഒരൊറ്റ ഡിസിഷൻ കൊണ്ട് ലപ്പോർട്ട. നല്ല ഒന്നാന്തരം കോമാളിത്തരം. ക്സാവി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ പ്ലേയേഴ്സിന് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്, അത് ഒറ്റയടിക്ക് ചവിട്ടിയാണ്ട് കെടുത്തി കളഞ്ഞു ലപ്പോർട്ട. അതും അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ, മറ്റൊരു ക്ലബ്ബും ചെയ്യാത്ത രീതിയിൽ, ഹീനമായ രീതിയിൽ തന്നെ ചെയ്ത് കളഞ്ഞു. ഞാൻ അങ്ങനെ പറയും. ഇപ്പോൾ ആർക്കും അതിൽ കുരു പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഫ്ലിക്ക് പുതിയ മാനേജറായിട്ട് വന്നു. ഫ്ലിക്ക് വന്നതിനൊന്നും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് ആകെ പ്രശ്നം ഇത്രയും വൃത്തികെട്ട രീതിയിൽ ക്സാവിനെ ട്രീറ്റ് ചെയ്താണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഫ്ലിക്ക് വന്നതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്സാവിനെ ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്തു. അത് തന്നെയാണ് നമ്മളെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഫ്ലിക്കിനോട്ട് ഇവർ ഒരു 3 ആഴ്ച മുമ്പ് ഒരു കരാറിൻ്റെ ധാരണ എത്തിയെന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇവർ ക്സാവി പോലെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയത്? ആ പാവത്തിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിട്ടാൽ പോരെ? ഇങ്ങനെ നാണം കെടേണ്ടി വരുമായിരുന്നു ആ മനുഷ്യന് ബാക്കിയുള്ളവരുടെ മുമ്പിൽ? സ്വന്തം ക്ലബിൻ്റെ ലെജൻസിനെ ബഹുമാനിക്കാൻ ബാഴ്സയിലെ അധികാരികളെ ഇനി ആര് എന്ന് പഠിപ്പിക്കും? മെസ്സിനോട് കാണിച്ചത്, സുവാരസിനോട് കാണിച്ചത്. സുവാരസിനെ പോട്ടെന്ന് വെക്കും, എന്നാലും 7 കൊല്ലം കളിച്ചൊരു പ്ലെയർ ആണെങ്കിലും വെക്കാം. പക്ഷേ ലൈഫ് തന്നെ ബാഴ്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ആൾക്കാരല്ലടോ ബാക്കി രണ്ടും. മെസ്സി ആണെങ്കിലും ക്സാവി ആണെങ്കിലും അവരോടൊക്കെ ഇങ്ങനെ കാണിക്കാൻ എങ്ങനെ തോന്നുന്നു? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ബാഴ്സൻ്റെ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് തന്നെ പറയുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും സങ്കടമുണ്ട്. അപ്പുറത്ത് ഫ്ലിക്ക് വന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം ക്സാവി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ പേഴ്സണലി വരാൻ ആഗ്രഹിച്ച ഫ്ലിക്കാണ്. അപ്പോൾ ഫ്ലിക്കിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിട്ടുപോയി. ക്സാവി നിൽക്കുക എന്നുള്ളൊരു ഡിസിഷനും ആ ഒരു വൈബൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ മൈൻഡ് ചെയ്യാതെ വിട്ടുപോയി. എനിവേ ഫ്ലിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. പക്ഷേ ഈ ഫ്ലിക്ക് വന്നെങ്കിൽ പോലും നമുക്ക് ഈ ക്സാവിനോട് ചെയ്തതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് പോലും മുക്താവാൻ വേണ്ടി പറ്റുന്നില്ല. അതാണ് സത്യം. ഫ്ലിക്ക് വന്നു, ഒരു സെക്സ്റ്റബിൾ അടിച്ച മാനേജർ വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ഒരു ഫീല് പോലും കിട്ടുന്നില്ല. കാരണം എന്താണ്, ഈ പിന്നിൽ നിന്ന് കുത്തിയതിൽ നിന്ന് നമുക്ക് മൂപ്പര് ക്സാവിനെ മാത്രമല്ല കുത്തിയത്, നമ്മൾ ഫാൻസിനെ കൂടാണ് പിന്നിൽ നിന്ന് കുത്തിയത്. എല്ലാവരും പൊട്ടന്മാരൊക്കെ ലപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിനെ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ കൂടുതൽ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഗ്യാസ്പെറിനി ഒരു ടോപ്പിക്കാണ്. യുണൈറ്റഡിൽ നിന്ന് ടെൻ ഹാഗ് പോകുന്നത് കേൾക്കുന്നുണ്ട്, അത് നമുക്ക് ടോപ്പിക്കാണ്. എങ്ങനെ എത്ര ടോപ്പിക്, ഒരുപാട് പ്ലേയേഴ്സിനെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം പോലെ ചെയ്യാം. ഓക്കെ, റൂബൻ അമോർമിനെ കുറിച്ച് സംസാരിക്കണം. ആർണേസിലോഡിനെ കുറിച്ച് പിന്നെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ടൈം കിട്ടുന്നതനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.